വേദ് ലക്ഷ്മി, ഏക ലക്ഷ്മി, അതെ ഏക ലക്ഷ്മി, ഈ ഒരു സീസണിലാണ് ഒരുപാടധികം PR എന്ന് പറയുന്ന പെരിയാർ എന്ന സംഭവം നമ്മൾ കേൾക്കുന്നത്. അപ്പം ലക്ഷ്മി ചേച്ചി PR ഉണ്ടായിരുന്നു. വിന്നിങ് എമൗണ്ട് ഇസ് സോ ഹ്യൂജ്, കിട്ടുന്ന ഫെയിം ഇസ് സോ ഹ്യൂജ്. കുറച്ച് പൈസ മുടക്കിയാലും വേണ്ടില്ല, പക്ഷെ അത് മാത്രം മുടക്കിയിട്ട് അതിനകത്ത് വന്നിരുന്നാൽ നടക്കത്തില്ല. നിങ്ങള് കണ്ണിന്റെ ഇവിടെ മാത്രം നോക്കണം, ചെറുതായിട്ട് ഇവിടെ അസിന്റെ ഛായയുണ്ട്. അസിനോ? ഇതിൽ ഞാൻ ഡിഫമേഷൻ കേസ് കൊടുക്കുന്നത്, ഞാൻ വക്കീലാണെന്ന് പേടിച്ച് അവള് മുള്ളി. അത് കാരണം അവൾ വന്നിട്ട് പിന്നെ സോറി പറഞ്ഞത്, അല്ലാണ്ട് അവള് സ്വന്തമായിട്ട് സോറി പറഞ്ഞ അവളല്ല. നിങ്ങൾ ആലോചിക്കാതെ ആ പറഞ്ഞപ്പോഴാണ് അവള് പേടിച്ചത്. ഞാൻ മുറിച്ചില്ലെങ്കിൽ സോമൻ കാക്കി ഒരു നിനക്ക് ക്ഷവരം ചെയ്യും, ഉറപ്പിക്കാമോ? ഒരിക്കൽ ഞാൻ ഇവിടെ തന്നെ ഉണ്ട്, എവിടെയും പോയിട്ടില്ല. ലക്ഷ്മി ഇവിടെ തന്നെ ഉണ്ട്, എത്ര വേണമെങ്കിലും തന്നോളൂ, ഐ എം റെഡി ടു ടേക്ക് ഇറ്റ്. അതിനകത്ത് കണ്ടിരിക്കുന്ന ഒരാളല്ല റിയൽ ലൈഫിലുള്ളത്. അത് ഗെയിം ആയതുകൊണ്ട് കുറച്ചുകൂടെ ഞാൻ അടങ്ങി നിന്നിരുന്ന ഒരാളാണ്. ഞാൻ വെല്ലുവിളിക്കൊന്നും ചെയ്യുമല്ല, ബട്ട് എത്ര ദേഷ്യം ഉണ്ടെങ്കിലും വെൻഡ് ഇറ്റ് ഔട്ട്. ഓൾറൈറ്റ്, അപ്പം ഞാൻ ചേച്ചി ഞാൻ വീഡിയോ കാണിക്കാം, എന്നിട്ട് ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കുന്നില്ല, അതിൽ തന്നെ ഉണ്ട് ചോദ്യം, അപ്പം അതിനുള്ള ഉത്തരം പറഞ്ഞാൽ മതി. ഇതിൽ ഞാൻ ഡിഫമേഷൻ കേസ് കൊടുക്കുന്നത്, ഞാൻ വക്കീലാണെന്ന് പേടിച്ച് അവള് മുള്ളി. അത് കാരണം അവൾ വന്നിട്ട് പിന്നെ സോറി പറഞ്ഞത്, അല്ലാണ്ട് അവള് സ്വന്തമായിട്ട് സോറി പറഞ്ഞ അവളല്ല. നിങ്ങൾ ആലോചിക്കാതെ ആ പറഞ്ഞപ്പോഴാണ് അവള് പേടിച്ചത്. ഈ പറഞ്ഞ പോലെ വെറും പേടിച്ചു കൂടിയാണ് ലക്ഷ്മി. അവിടെ വന്നേക്കണേ ഞാൻ പറയാറ്, വഴിയേറ്റ് വന്നാണ് ലക്ഷ്മിയൊക്കെ. ഒരു പിടിയില്ല എങ്ങനെയാണ് വന്നത്, എന്ത് കണ്ടിട്ടാണ് ഉണ്ട് എന്നൊക്കെ അറിയില്ല, ഒരു ഐഡിയ ഇല്ല. മറ്റേ ഇതിൽ ഞാൻ മൊത്തം കണ്ട പോലും ഗൈസ്. ഓക്കെ ഒനിലിൻ്റെ വെൻഡിങ് ഔട്ട് ദ ആങ്കർ അതാണ് ഇപ്പോൾ കണ്ടത്. ഓക്കെ, അകത്ത് ഈ കാര്യം എൻ്റെ സൈഡിൽ നിന്നൊരു തെറ്റ് പറ്റിയെന്ന് ഞാൻ റിയലൈസ് ചെയ്യുന്ന സമയം ഫസ്റ്റിൽ ഞാൻ ഒരു ചെറിയൊരു സോറി ആളുടെ അടുത്ത് പറഞ്ഞു, ഓക്കെ, വാഷ്റൂമിൻ്റെ അടുത്ത് വെച്ച്. ദെൻ ഞാൻ ചെയ്തത്, ഞാൻ ഇത്രയും ഷൗട്ട് ചെയ്തത് ഹോൾ ഹൗസ് മേറ്റ്സിൻ്റെ മുന്നിലാണ്. ഇൻഡിവിജ്വലി ചെന്നിട്ട് എനിക്ക് പറയാനുള്ളത് എന്തായിരുന്നു സംഭവിച്ചതെന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഹോപ്പ് എല്ലാവരും അത് കണ്ടിട്ടുമുണ്ട്. ഒനീലിന് തിരിച്ച് അപ്പോളജി എന്നുള്ളത് കാര്യം ഞാൻ കൊടുക്കുന്നത് ഫ്രം ദ ബോട്ടം ഓഫ് മൈ ഹാർട്ടായിരുന്നു. ദാറ്റ് ഡസൻ മീൻ ആൾ എനിക്കെതിരെ ഒരു കേസ് പോയത് അല്ലെങ്കിൽ റിവെഞ്ചോ ആയിട്ട് വരരുത് എന്നുള്ളൊരു കാര്യത്തിന് വേണ്ടിയിട്ടൊന്നും അല്ല ഞാൻ ചെയ്തിരിക്കുന്നത്, ഓണസ്റ്റ്ലി പറയുക. സോ വാട്ട് ഒനീൽ ഈസ് ഡൂയിങ് നൗ ഇസ് ഹീസ് വെൻഡിങ് ഔട്ട് ഹിസ് ആങ്കർ. അതേത് ഫോമിൽ വന്നാലും, എത്ര എക്സ്റ്റെൻറ്റ് വരെ പോയാലും, ലീഗലി വന്നാലും, ഐ എം റെഡി ടു ടേക്ക് ഇറ്റ്. ഒരിക്കൽ ഞാൻ ഇവിടെ തന്നെ ഉണ്ട്, എവിടെയും പോയിട്ടില്ല. ലക്ഷ്മി ഇവിടെ തന്നെ ഉണ്ട്, എത്ര വേണമെങ്കിലും തന്നോളൂ, ഐ എം റെഡി ടു ടേക്ക് ഇറ്റ്. അതിനകത്ത് കണ്ടിരിക്കുന്ന ഒരാളല്ല റിയൽ ലൈഫിലുള്ളത്. അത് ഗെയിം ആയതുകൊണ്ട് കുറച്ചുകൂടെ ഞാൻ അടങ്ങി നിന്നിരുന്ന ഒരാളാണ്. ഞാൻ വെല്ലുവിളിക്കൊന്നും ചെയ്യുമല്ല, ബട്ട് എത്ര ദേഷ്യം ഉണ്ടെങ്കിലും വെൻഡ് ഇറ്റ് ഔട്ട്. അതെൻ്റെ മിസ്റ്റേക്കായിരുന്നു. ഞാൻ സ്റ്റിൽ അതിൽ തന്നെ പറയുകയാണ്, അതെൻ്റെ മിസ്റ്റേക്കായിരുന്നു. തീർത്തോളൂ, തീരുന്നിടം വരെ തീർത്തോളൂ. ഓൾറൈറ്റ്, ഈ പ്രതികരണശേഷി അല്ലെങ്കിൽ ആ ഒരു പ്രതികരിക്കുന്ന സ്വഭാവം ചില സമയത്തൊക്കെ വിനയാകും എന്ന് പറയുന്ന പോലെയായിരുന്നു. അന്ന് ഒരു കാര്യമില്ലാണ്ട് ഞാൻ മസ്താനിയെ സപ്പോർട്ട് ചെയ്തു എന്ന് തോന്നുന്നുണ്ടോ? ഞാനല്ലായിരുന്നു അവിടെ ജഡ്ജ്മെൻറ്റിൽ, ഒരു കൺക്ലൂഷനിൽ എത്തേണ്ടത് ഞാനല്ലായിരുന്നു. ഓക്കെ, ദാറ്റ് പാർട്ട് അവിടെയാണ് എനിക്ക് തെറ്റ്. ഒരു തെറ്റ് കണ്ടാൽ പ്രതികരിക്കും എന്നുള്ളത് എപ്പോഴും അങ്ങനെ പ്രശ്നത്തിലോട്ട് എത്തണം നിർബന്ധമില്ല. ബട്ട് അവിടെ അങ്ങനെ ഉണ്ടോ? ആ ഒരു വീഡിയോ അവിടെ പ്ലേ ചെയ്യുന്നത് വരെ, ആ പ്ലേ ചെയ്ത് കഴിഞ്ഞിട്ട് ചെയ്യുന്ന കണക്കല്ല. ഷി വാസ് എക്സ്പ്ലെയിനിങ് ഇറ്റ് ടു മീ, എന്താ ഉണ്ടായേ, എന്നെയാണ് അതിൻ്റെ പ്രഷർ എന്താണെന്നുള്ളത് ടച്ച് ചെയ്തിട്ട് കാണിക്കുക. സോ ആസ് എ വിമൻ എനിക്കത് റോങ് ആണെന്ന് തോന്നി, കൺഫ്യൂസ്ഡായി. അപ്പോഴും ആളും പറയുന്നുണ്ട് ഇപ്പോൾ ചോദിക്കേണ്ട, ബട്ട് എനിക്കങ്ങനെ അത് അറിഞ്ഞിട്ടും കുറേ ഇങ്ങനെ കമൻസും ഡബിൾ മീനിങ് ഇതും വരുമ്പോഴത്തേക്കും അതിങ്ങനെ ഷ്രഗ് ഓഫ് ചെയ്ത് കളയുന്ന ഒരു മസ്താനിയാണ് ഞാൻ അതിനകത്ത് കാണുന്നത്. സോ ഐ ഓട്ടോമാറ്റിക്കലി തോട്ട്, ഇതും നടന്നിട്ട് ഇത്രയും മണിക്കൂർ കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറയുന്നു, വൈ ഡിഡ്ന്റ് ഷീ റേസ് ഹർ വോയിസ് ദെൻ ആൻഡ് ദെയർ. അത് മസ്താനിയോട് ചോദിച്ചില്ലേ? ചോദിച്ചു. അപ്പോഴും കൺഫ്യൂസ് ആണ്, എനിക്കത് പറയണോ വേണ്ടയോ. അപ്പോൾ ഇങ്ങനെ ടച്ച് ചെയ്ത് കാണിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അത് ഞാൻ ബ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വാഷ്റൂമിൽ പോകുന്നത്. തുടങ്ങുന്നത് ഞാൻ ഇതിനു വേണ്ടിയിട്ട് ചെന്നല്ല. കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് എൻ്റെ കൺട്രോൾ വിട്ടുപോയിട്ട്, സോ ഇറ്റ് വാസ് കംപ്ലീറ്റ്ലി മൈ മിസ്റ്റേക്ക്. അപ്പോൾ മസ്താനിയെ പറഞ്ഞിട്ട് ഇതാക്കിയിട്ട്
ലെറ്റ് ഇറ്റ് ബി. അതങ്ങനെ സംഭവിച്ചു പോയി. എല്ലാ തവണ ഇങ്ങനെ തന്നെ ആവണമെന്നില്ല. ഈ ഒരു കാര്യം കൊണ്ട് പിന്നെ വേറൊരു കാര്യത്തിന് ഞാൻ എൻ്റെ വോയിസ് റേസ് ചെയ്യരുതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതില്ല. ഹ്യൂമൻസ് ആണ്. അല്ല, അങ്ങനത്തെ ഒരു ഇതുണ്ട്. കാണാത്ത കാര്യം കണ്ടു, ലക്ഷ്മി കണ്ടോ ചോദിക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് കേൾക്കാം, ലക്ഷ്മി കണ്ടോ. അത് പിന്നെ ഈ ഒരു കാര്യത്തിന്റെ ബേസിലാണ്. ഒരു ഇല്ല കേസിൽ അങ്ങനെ ആയിരുന്നല്ലോ. അപ്പം എല്ലാവരും ഞാൻ വേറെ എന്ത് കാര്യം റേസ് ചെയ്താലും ഈ പഴയ കാര്യം വെച്ചിട്ട് ഇങ്ങനെ അതിനകത്ത് നീ അങ്ങനെ ആയല്ലോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞ് തളർത്താനായിട്ട് ഇങ്ങനെ ട്രൈ ചെയ്യുമായിരുന്നു, ഡെസ്പറേറ്റ്ലി ട്രൈ ചെയ്യുമായിരുന്നു. ബട്ട് അഗെയിൻ അത് എന്നെ എഫക്റ്റ് ചെയ്തിട്ടില്ല. കാരണം അതെൻ്റെ മിസ്റ്റേക്കാണ്, മനുഷ്യരാണ്, തെറ്റ് സംഭവിക്കാം എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഒരു റിഗ്രറ്റിൽ ബാക്കിയെല്ലാം ഒതുക്കി ഇങ്ങനെ പെട്ടിയും പാക്ക് ചെയ്ത് പോകാനായിട്ടിരിക്കാൻ നമുക്ക് പറ്റില്ലല്ലോ. ഇപ്പൊ ഈ മസ്താനി എന്ന് പറയുന്ന കുട്ടി അവര് നിങ്ങളെ കൺഫ്യൂസ് ആക്കിയതാണോ അതോ അവര് ശരിക്കും കൺഫ്യൂസ്ഡ് ആയതാണോ? വാസ് ഇറ്റ് പാർട്ട് ഓഫ് ദ ഗെയിം? അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? അങ്ങനെയൊന്നും ഞാൻ പാർട്ട് ഓഫ് ഗെയിം ആണോ എന്ന് ചിന്തിച്ചിട്ടില്ല. ഓരോരുത്തർക്കും ഓരോ കൈൻഡ് ഓഫ് ഗെയിം പ്ലാൻ ഉണ്ടായിരുന്നു. മസ്താനിയുടെ ഗെയിം പ്ലാൻ വേറെ ആയിരുന്നു. ഞങ്ങൾ രണ്ടുപേരും ഒരിക്കലും ഗെയിം പ്ലാനോ അങ്ങനെയൊന്നും ഡിസ്കസ് ചെയ്തിട്ടില്ല. പിന്നെ ചെല്ലുന്ന സമയത്ത് ഇങ്ങനെ ഞങ്ങൾ തമ്മിൽ കോൺവെർസേഷൻ ഉള്ളപ്പം ഹൗസ് മേറ്റ്സ് ഓൾറെഡി ഉള്ളവർക്ക് പേടിയായി ഇവരെന്തോ വലിയ പ്ലാൻ ചെയ്യാമെന്ന്. അപ്പോൾ ഞങ്ങൾ ആക്ച്വലി ബ്ലാങ്ക് ആയിട്ടുള്ള കോൺവെർസേഷൻസ് ആയിരിക്കും. പുറത്ത് ഗാർഡൻ ഏരിയ ഞാനൊക്കെ ടൈമിന് കിടന്ന് ഉറങ്ങുന്ന മസാനി പറയും വാ നമുക്ക് അവരെ പേടിപ്പിക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ പുറത്ത് പോയിട്ട് പോലും വെറുതെ ചുമ്മാ ഫൺ, അവർ വലിയ പ്ലാൻ ആണെന്ന് വിചാരിച്ചിട്ടൊക്കെ ഇരിക്കും. സോ ഓരോരുത്തരുടെ ഓരോ കൈൻഡ് ഓഫ് ഗെയിം ആയിരിക്കും. അങ്ങനെ ഒന്നൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. അറിയാതെ അങ്ങനെ സംഭവിച്ചു പോയി. എല്ലാ സീരീസ് ഓഫ് ഇവൻറ്റ്സും അങ്ങനെ ആയിട്ട് ഇങ്ങനെല്ലാം ആയിപ്പോയതല്ലാതെ ആളും പ്ലാൻ ചെയ്തിട്ടോ വേണമെന്ന് വെച്ചിട്ടോ ചെയ്തതെന്നൊന്നും ഒരിക്കലും ഞാൻ പറയുന്നില്ല. നിങ്ങൾ ഈ ഒരു വൈൽഡ് കാർഡ് എൻട്രി വന്ന സമയത്ത് അതിൽ ഭയങ്കരമായിട്ട് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് നമ്മൾ പ്രേക്ഷകർക്ക് ആ ഒരു ഇനിഷ്യൽ ഒരു 3-4 ഡേയ്സ് കൊണ്ട് മനസ്സിലാക്കിച്ച ഒരാളാണ് ലക്ഷ്മി. അപ്പം ചേച്ചി അതിനകത്ത് പറഞ്ഞു ഇതുവരെ ഇല്ലാത്ത ശീലങ്ങൾ ഇനി കൊണ്ടുവരണം, ഇതുവരെ നിങ്ങൾ മാറ്റിയില്ലെങ്കിൽ ഇനി മാറ്റണം എന്നുള്ളൊരു അങ്ങനെ ഒരു റെവല്യൂഷണറി സാധനം കൊണ്ടുവരുന്ന പോലെ തോന്നി. എത്രത്തോളം ഗെയിം പുറത്തു നിന്ന് ആ ഒരു വൈൽഡ് കാർഡായിട്ട് വരുന്നത് അതൊരു അഡ്വാൻറ്റേജ് ആയിട്ടാണോ അതോ ഡിസഡ്വാൻറ്റേജ് ആയിട്ടാണോ തോന്നുന്നത്? രണ്ടുമുണ്ട്. വൈൽഡ് കാർഡായിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് പുറമേ നിന്ന് ഇവരെ എങ്ങനെയാണ് ആൾക്കാർ കുറച്ചൊക്കെ കണ്ടുവച്ചിരിക്കുന്നത് എന്നുള്ളത് പെർസ്പെക്റ്റീവ്സ് ആണല്ലോ. ആൾക്കാരുടെ ഒരു ജഡ്ജ്മെൻറ്റ് എങ്ങനെയായിരുന്നു എന്നുള്ളത് കിട്ടും. പിന്നെ ഹൗസിനുള്ളിൽ കയറിയിട്ട് നമ്മളും ഹൗസിനുള്ളിലെ ജഡ്ജ്മെൻറ്റും പുറത്തേയും കൂടെ വെച്ച് കമ്പൈൻ ചെയ്താൽ മാത്രമേ ഒരാൾ എന്താണെന്ന് നമുക്ക് കംപ്ലീറ്റ്ലി മനസ്സിലാക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. വൈൽഡ് കാർഡായി എൻ്റർ ചെയ്തും ഇപ്പം എവിക്റ്റ് ആയതിനു ശേഷം ഉള്ള കമൻറ്റും കാര്യങ്ങളും ഒക്കെ കാണുമ്പോഴത്തേക്കും ഉള്ളതാണ് പറയുന്നത്. സോ ആ ഒരു കാര്യം നോക്കുമ്പോഴത്തേക്കും അഡ്വാൻറ്റേജ്. ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഞാനെന്നുള്ളൊരു ആൾ എന്താണ് എന്ന് മനസ്സിലാക്കി ആൾക്കാർ വരുമ്പോഴത്തേക്കും ടൈം എടുക്കും. നേരത്തെ കയറുന്ന ആൾക്കുള്ള അഡ്വാൻറ്റേജ് വൈൽഡ് കാർഡ്സിന് കിട്ടില്ല. നമുക്ക് കുറച്ചുകൂടി പ്രഷർ കൂടുതലാണ്. നമ്മൾ കയറുമ്പോൾ ഉടനെ തന്നെ ഇമ്മീഡിയറ്റ്ലി ആ പെർഫോമൻസിൻ്റെ പീക്ക് നമ്മൾ കാണിച്ചിരിക്കണം. ചിലർക്ക് ചിലപ്പോൾ ഗെയിം തെറ്റിപ്പോയി. ഞാൻ പേര് പറയുന്നില്ല, വൈൽഡ് കാർഡ്സിൽ ഞാൻ ഒത്തിരി മുന്നോട്ടെത്തും എന്ന് വിചാരിച്ച ആൾക്കാരൊക്കെ എവിക്റ്റായി പോയിട്ടുണ്ട് ഇമ്മീഡിയറ്റ്ലി. എനിക്ക് മനസ്സിലായത് എന്താ സംഭവിക്കുന്നത്. സോ ആളൊക്കെ സ്കൂൾ ടൈം തൊട്ടേ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഷോ ആണ്, അത്രയും പ്ലാനോട് കൂടി വന്ന ആളാണ്. ഈ പ്രഷർ ഈസ് എഫക്റ്റിംഗ് ദ വൈൽഡ് കാർഡ്സ് ആക്ച്വലി. നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിൽ എനിക്കും ഉണ്ടായിരുന്നു കുറേ ദിവസം ദൈവമേ എന്ത് ചെയ്യണം എന്നുള്ളൊരു ആങ്സൈറ്റി പോലത്തെ ഒരു സാധനം അത് ഓട്ടോമാറ്റിക്കലി വരും. ഇതാണ് വൈൽഡ് കാർഡ്സ് ആയിട്ട് വരുന്നതിൻ്റെ പ്ലസും മൈനസും എന്ന് ഞാൻ വിചാരിക്കുന്നു. അവിടെ കാര്യമായിട്ടുള്ള ബഹളങ്ങൾ ഉണ്ടാക്കുന്നില്ല, കാര്യമായിട്ടുള്ള വെല്ലുവിളികളില്ല. ഒരു സാധാരണ മനുഷ്യനായിട്ട് വൈൽഡ് കാർഡ്സിൻ്റെ കൂടെ വന്ന സാബുമോൻ മാത്രമാണ്, സാബുമോൻ അവിടെ കാര്യമായിട്ടുള്ള ബഹളങ്ങളില്ല, ആരെയും വലിയ വലിയ വെല്ലുവിളികളില്ല. ഒരു പുഞ്ചിരി കൊണ്ടും കൈൻഡ്നെസ് കൊണ്ടും ഇപ്പോഴും വൈൽഡ് കാർഡ്സ് വന്നവരിൽ അല്ലേ അവശേഷിക്കുന്ന ഒരേ ഒരാളാണ് സാബുമാൻ. എന്തുകൊണ്ടായിരിക്കും സാബുമാൻ ഇപ്പോഴും അവിടെ സസ്റ്റെയിൻ ചെയ്യുന്നത്? ബിഗ് ബോസിൽ ബഹളം ഉണ്ടാക്കണമെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല, വഴക്കുണ്ടാക്കണമെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. ഒരു വഴക്കുണ്ടാക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇടപെട്ടിട്ട് തന്നെ അതിനെക്കുറിച്ചൊരു കൺക്ലൂഷനിൽ എത്തണമെന്നും പറയുന്നില്ല. സാബു വളരെ പേഷ്യൻ്റ് ആയിട്ടുള്ളൊരു ചെറുപ്പക്കാരനാണ്. ഓക്കെ, ഹീസ് ലൈക്ക് വെരി ഡിസിപ്ലിൻഡ്. ഫിറ്റ്നസ്സും ഫുഡും എല്ലാം നോക്കി. പ്രോട്ടീന് വേണ്ടിയിട്ടാണ് എന്നെ ജയിൽ നോമിനേറ്റ് ചെയ്ത് ഉണ്ടാക്കി കൊടുത്ത ഫുഡിൽ പ്രോട്ടീൻ ഇല്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത്രയും അങ്ങനത്തെ ഒരാളാണ്. ആൾക്ക് അവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇതിൻ്റെ എല്ലാം ഇടയ്ക്കും ആൾക്ക് ദേഷ്യവും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ആളൊന്നും അല്ല. ദേഷ്യപ്പെടാറുണ്ടോ സാബു? പുറത്താണെങ്കിൽ ദേഷ്യപ്പെട്ടതിന് ലൈക്ക് അവിടെയും 1-2 ഇൻസ്റ്റൻസിൽ അനീഷിനെ കൊണ്ടുവന്ന് ഇരുത്തിയിട്ടുണ്ട്. പിന്നെ ആ റോപ്പിന്റെ ടാസ്കിൽ നെവിൻ വന്ന് വീഴുമ്പം ഇനിയും പ്രഷർ ഇട്ടാ ഇടിക്കും ഞാൻ എന്നൊന്നും ഒരു തവണ പറയുന്നുണ്ട്. സോ അത്രയും കൺട്രോൾ ചെയ്തിട്ട് നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതും ഒരു ക്വാളിറ്റിയാണ്. He's so cute. Yeah, he's like very genuine ആയിട്ടുള്ള ഒരാളാണ്. ചെയ്യാൻ പറ്റാഞ്ഞിട്ടല്ല, പക്ഷെ
അവിടെ അങ്ങനെ ചെയ്താലും മതി എന്നുള്ളൊരു മെസ്സേജും കൂടാ. എല്ലാവരും ഇപ്പോൾ എന്തോ പ്രീവിയസ് സീസൺസ് കാണും, നിൽക്കുന്നവരെപ്പോഴും വഴക്കുണ്ടാക്കി അഗ്രസീവായിട്ട് നിന്ന്, അങ്ങനല്ല. ഇത് സൊസൈറ്റിയിലെ പല ആൾക്കാരുടെ റെപ്രസെൻറ്റേഷൻ അല്ലേ. സോ സാബുമാനെ പോലെ ഉള്ളവരും ഉണ്ട്. അതുകൊണ്ടാണെങ്കിലും ഐ ആം എവിക്റ്റഡ് നൗ, പല ഇതും കണ്ടു, കമൻറ്റ് കണ്ടു, അവിടെ ഡിസേർവിങ് അല്ലാത്തവർ നിൽക്കുന്നുണ്ട് സാബുമാൻ, അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല. ആളുടെ ഗെയിമുണ്ട്. ഏറ്റവും നല്ലൊരു നോമിനേഷൻ പറഞ്ഞത് സാബു, ഒരു നോമിനേഷൻ ഒരാളെ കുറിച്ച് പറഞ്ഞത് എനിക്ക് ഏറ്റവും നന്നായിട്ട് തോന്നിയത് സാബുമാൻ്റെ ആയിരുന്നു. കാരണം ക്ലിയർ കട്ടായിട്ട് പറഞ്ഞു, സാബുമാൻ്റെ നോമിനേഷൻ ആയതുകൊണ്ട് അതൊട്ടും ബയസ്ഡ് ആണെന്നുള്ളൊരു ഇത് കൺസെപ്റ്റ് ഹൗസിലുള്ളവർക്കും ഇല്ല, ഓഡിയൻസിനും ഇല്ല. എല്ലാവർക്കും ഇഷ്ടമാണ്, എല്ലാവർക്കും ഇഷ്ടമാണ്. ഹേറ്റേഴ്സ് ഇല്ല, സീറോ ഹേറ്റ്. അപ്പൊ സാബുമാനെ എല്ലാവരുടെയും ഫേവറേറ്റ് ആണ് വീട്ടില്. ഹേറ്റേഴ്സ് ഇല്ല, ഫേവറേറ്റ് എന്ന് പറയാൻ പറ്റത്തില്ല. ബട്ട് ഹി ഹാസ് സീറോ ഹേറ്റേഴ്സ്. ആള് കാര്യങ്ങൾ പറയുന്നുള്ളതല്ലാതെ പ്രശ്നത്തിലോട്ട് അങ്ങനെ ലൈവായിട്ട് ഇടപെട്ടിട്ട് ഒരു ബഹളം ഉണ്ടാക്കാനോ അങ്ങനെ ആള് ചെയ്യാറില്ല. ഇപ്രാവശ്യം സീസണിൽ എന്താ ലക്ഷ്മി ചേച്ചി നല്ലൊരു ലവ് കോംബോ ഒന്നും വരാഞ്ഞത്? ഇത്തവണ അങ്ങനത്തെ ഒരു എൻവയോൺമെന്റിലല്ല നമ്മൾ ഇട്ടിരുന്നത്. ബേസിക്കലി ഫുഡിൻ്റെ കാര്യം റേഷനൊക്കെ ഉണ്ടെന്നറിയാം, പക്ഷേ ഈ മേക്കപ്പ് അങ്ങനെയുള്ളതും എല്ലാം കുറച്ച് ഭയങ്കരമായിട്ടും ബേസിക് അമ്യൂണിറ്റീസ് കുറയ്ക്കുന്നുണ്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ടല്ലേ ഒരു ലവ് കോംബോ എന്നുള്ളൊരു കാര്യത്തിലോട്ട് പോകത്തുള്ളൂ. സമയം വേണം, ആവശ്യമായിട്ടുള്ള സാധനം ആദ്യം വേണം. എക്സാക്ട്ലി. അപ്പോൾ ഫുഡ് എനിക്ക് തോന്നുന്നില്ല അവിടെ ആരെങ്കിലും ഇപ്പോൾ ഒരു കപ്പിളായിട്ടാണെങ്കിലും അവരങ്ങനെ ഫുഡൊക്കെ ഷെയർ ചെയ്ത് ഇന്ന് എൻ്റെ കൂടെ എടുത്ത് കഴിച്ചു എന്ന് പറഞ്ഞ് കൊടുക്കാനുള്ള ക്വാണ്ടിറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ജിസയിലും ആരും പിന്നെയും അങ്ങനെ ഒരു ഫുഡൊക്കെ ഷെയർ ചെയ്ത് അവര് ഫ്രണ്ട്സ് ആയിരുന്നത് കൊണ്ട് അങ്ങനെ സെർവ് ചെയ്ത് വെക്കുമായിരുന്നു. ഇപ്പോൾ ഒരാൾ അവിടെ ഇല്ല, അപ്പോൾ മറ്റേ ആൾക്കൂടെ സെർവ് ചെയ്ത് ഒരുമിച്ച് തന്നെ കഴിക്കണം. ജിസേൽ ഇസ് ലൈക്ക് വെരി, ആൾക്ക് എപ്പോഴും ഒരു ഹ്യൂമൻ ബീങ് കൂടെ വേണം. ഓക്കെ, അപ്പോൾ അത് ഗേൾ തന്നെയാണ് ആള് പ്രിഫർ ചെയ്യുന്നതും പറഞ്ഞിട്ടുണ്ട്. ഗേൾ ആണെന്ന് ജിസേൽ തന്നെ പറയുന്നുണ്ട്. ഒറ്റയ്ക്ക് നടക്കാൻ ജിസേലിന് പറ്റത്തില്ല, ഓരോരുത്തരുടെ ഇതല്ലേ. സോ ആര്യൻ വാസ് ലൈക്ക് ലാംഗ്വേജ് വൈസ് ആണെങ്കിലും നോർത്ത് ഇന്ത്യൻ ലൈക്ക് പഞ്ചാബി, ആര്യൻ്റെ അമ്മ പഞ്ചാബിയാണ്, ഫുഡ് വൈസ് ആണെങ്കിലും കുറേ മാച്ച് ചെയ്യും. ഓട്ടോമാറ്റിക്കലി ദേ ഗോട്ട് ടുഗെദർ. അത്രേ ഉള്ളൂ. ലവ് കോംബോയ്ക്കെന്നുള്ളൊരു സ്പേസ് അതിനകത്ത് ഒരിക്കലും ഇല്ല, നടക്കത്തില്ല. ഈ സീസണിൽ നടക്കത്തില്ല. രണ്ടാമതൊരു എൻട്രി ഇനി കിട്ടിയാൽ പോകുമോ? പിന്നെ ഡെഫിനറ്റ്ലി പോകും. ഇതേ സിറ്റുവേഷൻ ആണ്, മേക്കപ്പ് ഇല്ല, ഒന്നുമില്ല. ഇത് എനിക്ക് മേക്കപ്പ് ഇല്ലാത്തതിന് പ്രശ്നം ഉണ്ടായിരുന്നില്ല. എൻ്റെ പണിപ്പുരയുടെ ഫസ്റ്റിലെ ഉള്ള ടാസ്ക് കണ്ടറിയാൻ പറ്റും. 15 സെക്കൻഡ്സിൽ എല്ലാവരും കയറിയിട്ട് ഇറങ്ങണം എന്ന് പറയുന്നുണ്ട്. സോ ഐ വാസ് ദ ലാസ്റ്റ് പേഴ്സൺ. ഞാൻ പറഞ്ഞു ഞാനൊന്ന് സ്റ്റെപ്പ് ഇൻ ചെയ്തിട്ട് ഞാൻ ഇറങ്ങാം. എനിക്ക് മേക്കപ്പ് കിട്ടിയില്ലെങ്കിലും ക്ലോത്ത്സ് കിട്ടിയില്ലെങ്കിലും യാതൊരു കുഴപ്പമില്ല. ഫുഡ് ആയിരുന്നെങ്കിൽ ഞാൻ കയറിയേനെ. ഫുഡാണെങ്കിൽ എന്തായാലും ചാടി കയറി ഞാനും കൂടെ ഇത് ചെയ്തേനെ. മറ്റേത് രണ്ടും എനിക്ക് അത്ര പെർട്ടിക്കുലർ ആയിട്ട് വേണം എന്ന് യാതൊരു നിർബന്ധമുള്ള കാര്യങ്ങളല്ല. എനിക്ക് ബാക്കിയുള്ളവർക്ക് എടുത്ത് കിട്ടിയാലും മതി. ഓക്കെ, ഇപ്പം നമ്മൾ ഓഫ് സ്ക്രീൻ ഇരുന്ന് സംസാരിച്ചപ്പോൾ ലക്ഷ്മി ചേച്ചി എന്നോട് പറഞ്ഞ ഒരു കാര്യമാണ്, വളരെ ക്ലോസ്ഡ് പേഴ്സൺ ആണ് ലക്ഷ്മി, ഞാൻ വളരെ പ്രൈവറ്റ് ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെന്ന്. ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം, സോഷ്യൽ മീഡിയ കണ്ടു കഴിഞ്ഞാൽ ഈ ഒരാളുടെ പേഴ്സണൽ ലൈഫാണ് ദ ടോക്ക് ഇൻ ടൗൺ. ഡിഡ് യു റിയലി വോണ്ട് ദിസ്? ബിഗ് ബോസ് വന്നിട്ട് എൻ്റെ പേഴ്സണൽ ലൈഫൊക്കെ എനിക്ക് തന്നെ ഇതായിട്ട് വെക്കണം, സെക്യൂറായിട്ട് വെക്കണം എന്ന് പറയുന്നതിൽ ഒരു പോയിന്റ് ഇല്ലയെന്ന് എനിക്കറിയാം. ബട്ട് ആസ് പേഴ്സൺ എൻ്റെ ക്ലോസ് ഫ്രണ്ട്സ് ആരാന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഫാമിലിക്ക് പോലും അത്ര കറക്റ്റായിട്ട് പറയാൻ പറ്റത്തില്ല. എന്നെ നല്ലോണം അറിയാവുന്നത്, A to Z കാര്യങ്ങളും അറിയാവുന്നത്. ഞാൻ അത്രയും പ്രൈവറ്റായിട്ട് പോകുന്നതാണ്. ഫോട്ടോസ് പോസ്റ്റ് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും ഇപ്പോൾ മോൻ്റെ ആണെങ്കിലും ഇപ്പോഴാണ് കുറച്ചുകൂടെ എല്ലാം എല്ലായിടത്തും വന്നത്. അപ്പോൾ ഞാൻ അതെല്ലാം പ്രൈവറ്റായിട്ട് തന്നെ വെക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്ന ഒരാളാണ്. പക്ഷെ ഒരു നിലപാട് ഒരു കാര്യത്തിൻ്റെ പേരിൽ പറഞ്ഞു എന്ന് വെച്ചിട്ട് എൻ്റെ പ്രൈവറ്റ് ലൈഫിൽ കയറി ഉള്ള കാര്യമാണെങ്കിൽ പോട്ടെ, ഇല്ലാത്ത കാര്യങ്ങളും എല്ലാം ഇത്ര ഡീറ്റെയിൽ ഔട്ട് ചെയ്ത് ലൈക്ക് ഒരു മൂവി ഇറക്കുന്ന പോലെ യൂട്യൂബേഴ്സൊക്കെ എടുത്ത് ഇതാക്കുന്ന കാണുമ്പോഴത്തേക്കും ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് ഫെയർ. എൻഡ് ഓഫ് ദി ഡേ എനിക്കതൊരു ഗെയിം മാത്രമാണ്. ആ ഗെയിമിലോട്ട് ഒരാൾ വരുമ്പോഴത്തേക്കും ആളുടെ പേഴ്സണൽ ലൈഫ് എടുത്തിട്ട് അങ്ങനെ ചെയ്യേണ്ട യാതൊരു കാര്യമില്ല. ചെയ്തോട്ടെ, അറ്റ്ലീസ്റ്റ് ബേസ് നോക്കിയിട്ട്, ബേസ്ലെസ് ആയിട്ടുള്ള അലിഗേഷൻസും കാര്യങ്ങളും വെറുതെ എടുത്തിട്ട് കാണുന്ന ടൈം വെറുതെ പോകുന്നത്, ആവശ്യമില്ലാതെ പോകുന്നത്. നല്ല കാര്യങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ യൂസ് ദ ടൈം ഫോർ ഗുഡ് തിങ്സ്, അല്ലാതെ ഇങ്ങനെ യൂസ് ചെയ്യണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഓക്കെ, ഇവിടെ ചേച്ചിയുടെ പേഴ്സണൽ ലൈഫിലേക്ക് ഇന്റർഫിയർ ചെയ്യാനായിട്ട് ഞാൻ ആളല്ല. അതിനെ പറ്റിയിട്ട് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചോട്ടെ? ചോദിച്ചോളൂ. ഓക്കെ, ഇപ്പം ഫൈനൽ കട്ട് ലൈൻ കട്ട് എന്ന് പറയുന്ന ആ ഒരു സെഗ്മെന്റിൽ ഇരിക്കുമ്പോഴാണ് ഡിവോഴ്സ് പ്രോസസ്സ് നടക്കുന്നുണ്ട് എന്ന് റിവീൽ ചെയ്യുന്നത്. അപ്പോഴാണ് ഞാൻ അറിയുന്നത് ഓക്കെ ലക്ഷ്മി ചേച്ചിയുടെ ലൈഫിൽ ഇങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ടെന്ന്. ഹൗസിലൊന്നും അതിനെ പറ്റിയിട്ട് സംസാരിച്ചിരുന്നതേ ഇല്ല. അത് മനഃപൂർവ്വം കൺസീൽ ചെയ്ത് വെച്ചതായിരുന്നു. അപ്പോൾ ഹൗസിൽ സംസാരിക്കാനായിട്ട്
ആക്ച്വലി ഐ എം നോട്ട് ഗോയിങ് ത്രൂ എനി ഡിവോഴ്സ് പ്രൊസീജിയേഴ്സ് അങ്ങനെയില്ല. ഒരു ഫിനാൻഷ്യൽ ഡിസ്പ്യൂട്ടിൻ്റെ കേസ് നടക്കുന്നുണ്ട് വിത്ത് യുവർ ഹസ്ബൻഡ്, ബിറ്റ്വീൻ മീ ആൻഡ് മൈ ഹസ്ബൻഡ്. ഓക്കെ ഓക്കെ, അപ്പം ഇതിലോട്ട് എൻ്റർ ചെയ്യുന്ന ടൈം ആണെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അകത്ത് പോയിട്ട് സംസാരിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. ഐ വോണ്ട് ബി ഡൂയിങ് ഇറ്റ്. റെസ്പെക്ട്ഫുൾ ആയിട്ടാണ് നിൽക്കുന്നത് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും. ഈസ് ഓൾസോ ആൻ അഡൽട്ട്, ഐ എം ഓൾസോ ആൻ അഡൽട്ട്. മോനുണ്ട്. അപ്പം ഞങ്ങൾ തമ്മിലുള്ള കാര്യങ്ങൾ അവനെ എഫക്റ്റ് ചെയ്യാതെ പോകണം മാക്സിമം എന്നുള്ളത് വെച്ചിട്ട് വി ആർ ഡൂയിങ് ദാറ്റ് വേ. സോ ആ ഇൻ്റർവ്യൂവിൽ തന്നെ പറയുന്നുണ്ട് ഹസ്ബൻഡ് തമ്മിലുള്ള ഡിവോഴ്സ് ഓർ കോൺഫ്ലിക്റ്റ്. സോ ഐ വാസ് ആൻസറിങ് ടു ദാറ്റ് ഓർ കോൺഫ്ലിക്റ്റ് സെക്ഷൻ. അല്ലാതെ അങ്ങനെ ഒരു കേസും കാര്യങ്ങളും ഇല്ല. ഡിവോഴ്സിന്റെ യാതൊരു വിധ ഇതും നടക്കുന്നില്ല. ഡിവോഴ്സ് കേസ് ഒന്നും ഫയൽ ചെയ്യപ്പെട്ടിട്ടോ അങ്ങനെ ഒന്നുമില്ല. അങ്ങനത്തെ ഒരു പെർസ്പെക്റ്റീവിൽ കാണാൻ ആഗ്രഹമുള്ളവരുണ്ടായിരുന്നിരിക്കാം. സോ ആ പെർട്ടിക്കുലർ വേർഡ് തന്നെ എടുത്തിട്ടായിരിക്കാം ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചിരിക്കുന്നത്. പിന്നെ എഗെയിൻ ഇതിൻ്റെ ഓഡിഷനും കാര്യങ്ങളും ഒക്കെ നടക്കുന്ന സമയത്ത് ഈ ഫിനാൻഷ്യൽ ഡിസ്പ്യൂട്ടിൻ്റെ കേസിൻ്റെ ഇത് മീഡിയേഷൻ ടോക്സ് ആണ് ആക്ച്വലി ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഓഡിഷൻ കോൾ ഫൈനലിസ്റ്റിൽ ഇതിലുണ്ടെന്ന് എന്താ പറയുക, ലിസ്റ്റിലുണ്ടെന്നുള്ളത് അല്ലല്ലോ, വൈൽഡ് കാർഡ്സിലുണ്ട് എന്നുള്ളത് ഇത് വരുന്നത് പോലും ആ ഒരു മീഡിയേഷൻ ടോക്കിൻ്റെ ഒരു ദിവസമാണ്. ആ ടൈമിലാണ് ഇവരിങ്ങനെ ഉണ്ട് എന്നുള്ളത് പറയുന്നത്. സോ ആ ടൈമിൽ എൻ്റെ മദർ ലോ ആണ് ഹസ്ബൻഡിനെ റെപ്രസെൻറ്റ് ചെയ്തിട്ട് നാട്ടിലുള്ളത് കൊണ്ട് വരുന്നത്. ഓൾമോസ്റ്റ് എല്ലാം സെറ്റിൽ ആയിക്കൊണ്ടിരിക്കുക. സോ ഇതെങ്ങനെ മുന്നോട്ട് പോകുമെന്നുള്ളത് ഞാൻ ഇപ്പോഴേ പ്രെഡിക്റ്റ് ചെയ്തിട്ട് പറയുന്നില്ല. ബട്ട് തിങ്സ് ആർ ഗോയിങ് ഗുഡ് എന്നുള്ളൊരു ട്രാക്കിലോട്ട് വരുമ്പോഴത്തേക്കും, ഇനിഷ്യലി ഫസ്റ്റ് ഓഡിഷൻ വരുമ്പോഴത്തേക്കും ചോദിക്കുമ്പോഴത്തേക്കും പറയുന്നത് ഞാൻ പറഞ്ഞു ഇങ്ങനെ കേസിൻ്റെ ഇതിലോട്ട് പോകുന്നുണ്ട് എന്നുള്ളത്. ബട്ട് അഗെയിൻ മീഡിയേഷൻ സ്റ്റേജിലാണ്. മുന്നോട്ട് എന്താവും എന്നറിയില്ല. ബട്ട് ഇപ്പോഴത്തെ അനുസരിച്ച് ഗോയിങ് ഇൻ എ ഗുഡ് ട്രാക്ക്, നല്ല രീതിയിൽ. അങ്ങനെ ഒന്നും പറയാറായിട്ടില്ല. ബട്ട് ഫസ്റ്റിലത്തെ ഇതനുസരിച്ചിരിക്കും ഈ ഫിനാൻഷ്യൽ ഡിസ്പ്യൂട്ട്സ് എങ്ങനെ ഹാൻഡിൽ ചെയ്യപ്പെടുന്നു എന്നുള്ളതനുസരിച്ച് ബാക്കി കാര്യങ്ങൾ എനിക്ക് പറയാൻ പറ്റുള്ളൂ. എന്നാലും എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നുകയാണ്. ചേച്ചി എന്നോട് പറഞ്ഞു 17 വർഷം പ്രണയിച്ച് കല്യാണം. മൈ ഫസ്റ്റ് റിലേഷൻഷിപ്പ്. അതുകൊണ്ട് അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് ലാസ്റ്റ് കല്യാണം കഴിച്ച് അങ്ങനെയുള്ള റിലേഷൻഷിപ്പ് ആണ്. അപ്പോൾ നിങ്ങൾ എവിടെയാണ് മീറ്റ് ചെയ്തത്? ലൈക്ക് വി ബോത്ത് ആർ ഫ്രം അമ്പലപ്പുഴ. ഞങ്ങൾ സെയിം പ്ലേസ് തന്നെയാണ്. എൻ്റെ സ്കൂളിൽ സീനിയർ ആയിരുന്നു. പക്ഷെ സ്കൂളിൽ വെച്ചിട്ട് ഞങ്ങൾ സംസാരിച്ചിട്ടില്ല. സ്കൂളിൽ നിന്ന് ആൾ മാറി കഴിഞ്ഞിട്ടാണ്. അതോട്ട് പോകാൻ എനിക്ക് താല്പര്യമില്ല. ലക്ഷ്മി ചേച്ചിയുടെ ഹസ്ബൻഡിന്റെ വീഡിയോസ് നമ്മൾ കാണുകയാണ്. അതിൽ മകനെ കയറ്റാൻ ഞാൻ കൺസെന്റ് കൊടുത്തു, എന്നിട്ടും അവര് കയറ്റിയില്ല എന്ന് പറയുന്നു. പക്ഷെ ലൈൻ കട്ടിൽ ചേച്ചി പറയുന്നു മകനെ കണ്ടു എന്ന്. അപ്പം എന്താണ് ആക്ച്വലി സത്യം? ഇപ്പം മകനെ കണ്ടെങ്കിൽ തന്നെ എന്തുകൊണ്ട് അത് BB ഹൗസിൽ പറഞ്ഞില്ല? ഓക്കെ, മോനാണ് വരുന്നത്, അങ്ങനത്തെ കാര്യങ്ങൾ ഞാനിങ്ങനെ കറക്റ്റായിട്ട് എനിക്കറിയില്ല അകത്തായതുകൊണ്ട്. വരുവാണെങ്കിൽ എന്തായാലും ഉള്ളിലോട്ട് വരുമായിരിക്കും അവർ. കാരണം ഒരു ഏജും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടായിരിക്കുമല്ലോ അവർ വെൽക്കം ചെയ്ത് വരുത്തുന്നത്. അവിടെ വന്നതിന് ശേഷമാണ് ഈ കൺസെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ വേണമെന്ന് പറയുന്നത്. അപ്പം ഹസ്ബൻഡിൻ്റെ കൺസെൻറ്റ് വേണമെന്ന് പറഞ്ഞു. ഇമ്മീഡിയറ്റ്ലി ഒരു 15 മിനിറ്റ്സിൽ തന്നെ ആളത് എല്ലാവർക്കും അയച്ചു കൊടുത്തു. എവിടോട്ടൊക്കെ അയക്കണോ അങ്ങോട്ടൊക്കെ അയച്ചു. അത് കിട്ടി. അത് കിട്ടിയതിന് ശേഷവും മോനെ കാണാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ തന്നെ അത് കണ്ടിന്യൂ ചെയ്ത് പോകുമായിരുന്നു. ഓക്കെ, എന്നെ ആക്ച്വലി കൺഫെഷൻ റൂമിൽ ഒരു 5 മിനിറ്റ്സ് മോനെ കാണിച്ചു. ഓക്കെ, അത്രയും വരെ കൊണ്ടുവന്നിട്ട് മോൻ്റെയും കൂടെ ഇതല്ലേന്ന് വെച്ചിട്ട്. അപ്പോൾ അത് ഇൻമേറ്റ്സിൻ്റെ ഹൗസിൽ പോയിട്ട് അത് പറയാതെ തന്നെ ഇരിക്കാനായിരുന്നു ഫസ്റ്റ് പറഞ്ഞത്. ബിഗ് ബോസ് പറഞ്ഞു. ആ ഒരു വീക്കെൻഡ് എപ്പിസോഡിൽ നോക്കിയാലും കാണാം ലാലേട്ടനും ചോദിക്കുന്നുണ്ട് അത് മോനെ കാണാൻ പറ്റിയില്ലല്ലേ, ബിഗ് ബോസിനോട് നീരസം ഉണ്ടോ എന്ന് തന്നെ ചോദിക്കുന്നുണ്ട്. ലാലേട്ടനും ചോദിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് ഈ ലൈൻ കട്ടിലാണ് മോനെ ഞങ്ങൾ കാണിച്ചിരുന്നല്ലോ എന്നുള്ളത് പറയുന്നത്. ഇൻ്റർവ്യൂവിൽ തന്നെ പറയുന്നുണ്ട്. സോ ഈ കൈൻഡ് ഓഫ് പുറത്തോട്ട് ഇത് വിടണോ വേണ്ടയോ എന്നുള്ളൊരു കൺഫ്യൂഷൻ അവർക്ക് തന്നെ ഉള്ളതുപോലെ എനിക്ക് തോന്നി ഇതിൻ്റെ ഇടയ്ക്ക്. ബട്ട് എനിക്കാകെ ഇതായിട്ട് തോന്നിയത് നേരത്തെ തന്നെ ഈ റൂൾസ് വേണമെങ്കിൽ എടുത്ത് നോക്കിയിട്ട് ഇത്രയും ഏജ് ആണെന്നൊക്കെ ഉള്ളത് അറിയാം. എൻ്റെ വിഷമോ കാര്യങ്ങളോ ഞാൻ സഹിക്കാം, ഓക്കെ. പക്ഷെ മോനെ അത്രയും മണിക്കൂർ വെയിറ്റ് ചെയ്യിപ്പിച്ചത്, കുറേ നേരം വെയിറ്റ് ചെയ്യിപ്പിച്ചു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളപ്പോഴത്തേക്കും അത് എനിക്ക് അങ്ങോട്ട് അവർക്ക് വേണമെങ്കിൽ അത് എല്ലാം നോക്കിയിട്ട് മതിയായിരുന്നു. വിളിച്ച് വരുത്തിയിട്ട് വെറുതെ അതിലോട്ട് പോകണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം അത് തോന്നി വെറുതെ. അതിൽ ഹസ്ബൻഡിൻ്റെ സൈഡിൽ നിന്നാണെങ്കിലും ആൾ ആ കൺസെൻറ്റ് തന്നതിന് ശേഷവും പിന്നെയും കാണിച്ചിട്ടില്ല. സോ ആ വീഡിയോസൊക്കെ ആളും പിന്നെ ഇട്ടു. ഇതെന്താണ് ഇങ്ങനെ ചെയ്യുന്നത്, ആദ്യമേ നിങ്ങൾക്ക് ക്ലിയർ കട്ടായിട്ട് നോക്കിയിട്ട് ഓക്കെ ലാസ്റ്റ് മൊമെൻ്റ് ആണെങ്കിലും കൺസെൻറ്റ് വീഡിയോ പോലും തന്നു, പിന്നെയും എന്തുകൊണ്ട് നോ എന്നൊക്കെയുള്ള രീതിയിലായിരുന്നു ആളും വീഡിയോ ഒക്കെ ചെയ്തിരുന്നത്. എനിക്ക് ഫോൺ കിട്ടിയിട്ടില്ല. ഫോൺ കിട്ടാതെ തന്നെയാണ് ഡയറക്റ്റ്ലി ലൈൻ കട്ടിലോട്ട് വന്നിരിക്കുന്ന സമയത്താണ് ഇതിൻ്റെ കാണിക്കുന്നത്. സോ ഐ വാസ് ലൈക്ക് ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഇതിൻ്റെ കാര്യങ്ങളൊന്നും ഇതാവേണ്ട, പിന്നെ എന്തിനാ ആൾ വീഡിയോ ഇടുന്നത്. എൻ്റെ ബ്രദറിൻ്റെ വീഡിയോ ആണെങ്കിലും അത് വേറൊരു പെർസ്പെക്റ്റീവിലാണ് ഞാൻ അപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്.
ഇപ്പോഴാണ് എനിക്ക് ഫുൾ സ്റ്റോറി പുറത്ത് വന്നു കഴിഞ്ഞിട്ടാണ് ഫുൾ സ്റ്റോറീസും കാര്യങ്ങളും എല്ലാം നടക്കുന്നത്. ദേ ആർ നോട്ട് ടു ബി ബ്ലെയിംഡ്, ഇത് ഹസ്ബൻഡ് ഓർ മൈ ബ്രദർ. അവർ അവരുടെ സൈഡിൽ നിന്ന് ചെയ്യാനുള്ളതാണ് ചെയ്തത്. അത് കുറച്ച് ഇൻജസ്റ്റിസ് ആയിരുന്നു, അങ്ങനെ അത്രയും മണിക്കൂറും ഇരുത്തുക, പിന്നെ പുറത്തോട്ടത് പറയണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ പറയുക, എല്ലാം കൂടെ നോക്കുമ്പോൾ യു ബിക്കം എ ലയർ, യു ആർ ബിക്കമിങ് എ ലയർ എന്നുള്ളൊരു പിക്ചർ വന്നു അല്ലേ? വീടിന്റെ അകത്ത് പറഞ്ഞില്ല, പിന്നെ നമ്മൾ പ്രേക്ഷകരുടെ POV ആ പറയുന്നത്. ഞാൻ ഇന്നലെ ലയൺ കണ്ടണമേ മോനെ കണ്ടോ, ഡിഡ് ഐ മിസ് എനി എപ്പിസോഡ്, ഡിഡ് ഷി മീറ്റ് ഹർ സൺ എന്നുള്ളൊരു സാധനം വന്നു. ഓക്കെ, അത് അവര് അത്രയെങ്കിലും ചെയ്ത് തന്നതിന് താങ്ക്സ് ഉണ്ട്. കാരണം അത്രയും ഒരു 5 minutes എങ്കിൽ കിട്ടിയത് അത്രേ കിട്ടിയുള്ളൂ. ലൈക്ക് കുഞ്ഞു കരഞ്ഞോ? അവൻ അകത്തോട്ട് കയറാൻ പറ്റുന്നില്ല എന്നുള്ളൊരു കാര്യത്തിന് ഇങ്ങനെ കണ്ടു നിറഞ്ഞായിരുന്നു. പിന്നെ ബിഗ് ബോസിനെ കാണിച്ചു തരാന്നൊക്കെ പറഞ്ഞ് അങ്ങനെ എത്ര വയസ്സായി എന്നൊക്കെ ചോദിച്ചു, ബിഗ് ബോസിന് എത്ര വയസ്സായി എന്നൊക്കെ അവൻ ചോദിച്ചു. ആ ഒരു കോൺവെർസേഷനിൽ അവൻ അത്ര പോകാൻ നേരത്ത് കരയോന്നുള്ളതായിരുന്നു. എന്റെയും അകത്തോട്ട് വന്നാൽ പോലും എൻ്റെ ഏറ്റവും വലിയ ടെൻഷൻ അതായിരുന്നു. എന്നെ കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ പോകുമ്പോഴത്തേക്കുള്ളൊരു വിഷമം ഉണ്ടല്ലോ, അതെങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു, അത് ബിഗ് ബോസ് നല്ല കൂളായിട്ട് ഹാൻഡിൽ ചെയ്ത് തന്നെ. എന്ത് പറഞ്ഞാ കൊണ്ടുപോയത്? ബിഗ് ബോസിനെ കാണണ്ടേ, ബിഗ് ബോസിന് 4 വയസ്സാന്ന് പറഞ്ഞു. അപ്പോൾ അവൻ എക്സൈറ്റഡ് ആയിട്ട് ആ ടൈമിൽ അവൻ ബൈ പറഞ്ഞു പോയതുകൊണ്ട് അങ്ങനെ വലുതായിട്ട് കരഞ്ഞിട്ടില്ല. അതെങ്ങനെയാണ് ലക്ഷ്മി ചേച്ചിക്ക് ഉണ്ടായിരുന്നത് അവനങ്ങ് പോയപ്പോ? എനിക്ക് എന്റെ ഹൃദയം പറിച്ചുകൊണ്ട് പോകുന്നതാണ്. പക്ഷെ എനിക്ക് പുറത്തങ്ങനെ ആൾക്കാർ കരയുന്നത് എനിക്ക് വലിയ താല്പര്യമില്ല. ഏറിയത്തില്ല എന്ന് പറഞ്ഞായിരുന്നു. കൺഫെഷൻ റൂമിൽ ഇരുന്ന് ഞാൻ കരഞ്ഞു. അത്യാവശ്യം കുറച്ച് സമയം ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അവിടെ ഇരുന്ന് കരഞ്ഞു. പിന്നെ ഹൗസിൽ പോയിട്ട് കരയുന്നത്, എനിക്ക് ക്യാമറാസ് ഉള്ളപ്പോൾ ഇങ്ങനെ ക്യാമറ തിരിച്ചു വരുമ്പോൾ ഞാൻ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കരയുന്ന സമയത്ത്. എനിക്ക് ഇഷ്ടമല്ല. അങ്ങനെയായിരുന്നു ആ വീഡിയോസിലായാലും ഞാൻ കണ്ട ഒരു സംഭവം. ഓക്കെ, വാട്ട് എവർ ദ പേഴ്സണൽ ലൈഫ് ഇസ്, വളരെ ഹെൽത്തി റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് ആസ് ഇൻഡിവിജ്വൽ ഹെൽത്തി റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത കപ്പിളാണ് നിങ്ങളെന്ന് എനിക്ക് തോന്നി. കാരണം ഹസ്ബൻഡ് വന്നിട്ട് ഒന്നും ഡിഫെയിം ചെയ്തിട്ട് ഒന്നും പറയുന്നില്ല. ഇതിനിടയിൽ വേറെ കുറേ വീഡിയോസ് വന്നിട്ടുണ്ടായിരുന്നു, എന്താ അമ്മായിമ്മേനെ അടിച്ചു എന്നാ അങ്ങനെ എന്തൊക്കെയോ കുറേ അലിഗേഷൻസ് വരുന്നുണ്ടായിരുന്നു. ഈ സമയത്തൊക്കെ രണ്ട് ഓപ്പോസിറ്റിൽ നിൽക്കുന്ന ഒരു പാർട്ടിയാണ് ഇപ്പോൾ കേസൊക്കെ നടക്കുന്നുണ്ടെങ്കിലും പരസ്പരം കരിവാരി തേക്കഴിഞ്ഞാൽ വളരെ നല്ലൊരു ക്വാളിറ്റി നിങ്ങളുടെ രണ്ടുപേരിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഒത്തിരി വർഷമായിട്ട് അറിയാവുന്നവരാ, അത്രയും ഇയേഴ്സ് ആയിട്ട് അറിയാവുന്നവരാ. എന്നെയും ഇൻസൈഡ് ഔട്ട് ആൾക്കറിയാം, ആളെയും എനിക്ക് ഇൻസൈഡ് ഔട്ട് അറിയാം. പക്ഷെ അത് വേറൊരാളുടെ അടുത്ത് പോയിട്ട് പറഞ്ഞിട്ട് എന്താണ് ഞാൻ അല്ലെങ്കിൽ എന്താണ് ആളെന്ന് എനിക്കത് പറയേണ്ട കാര്യമില്ല, ആൾക്കും അത് പറയേണ്ട കാര്യമില്ല. അത് കീപ്പ് ചെയ്തിട്ട് തന്നെ മാക്സിമം ഇപ്പം എന്ത് ബന്ധങ്ങളായാലും ഞാൻ ഹൗസിനുള്ളിലും പറയാറുണ്ട്. ഇപ്പോൾ ഷാനവാസിൻ്റെ അവരുടെ സിസ്റ്റേഴ്സിൻ്റെയും വഴക്കും കാര്യങ്ങളും വരുമ്പോഴാണെങ്കിലും നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ആയിക്കോ, വഴക്കാക്കുക ഇതായിക്കോ, പക്ഷെ അത് നല്ല രീതിയിലും പറഞ്ഞ് തീർത്ത് ഇതാക്കാം. റിലേഷൻഷിപ്സിലോട്ട് വരുമ്പം ഫ്രണ്ട്ഷിപ്പ് ആവാം, അല്ലെങ്കിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫിൻ്റെ ആവാം, ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് റിലേഷൻഷിപ്സ് ആവാം. അതൊക്കെ ആണെങ്കിൽ നിർത്തുന്ന സമയത്ത് കുറച്ച് ഒരു മെച്ചുവേർഡ് എന്ന് പറയുന്നില്ല, ആ സമയം അത് നല്ലൊരു ടൈമായിട്ട് തന്നെ വേണമെങ്കിൽ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അല്ലാതെ ഒരു മോശം ഇതിലോട്ട് പോകേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. സൊല്യൂഷൻസ് ഇല്ലാത്ത പ്രശ്നങ്ങളില്ലല്ലോ, അപ്പം അതിന്റെ വഴിക്ക് പോകട്ടെ എന്നാണ്. നല്ലൊരു ഹാപ്പി എൻഡിങ് ഉണ്ടാകട്ടെ. ഹാപ്പി എൻഡിങ് ഏത് സെൻസിലായാലും അതാണ് പറഞ്ഞത്, ഏത് രീതിയിലാണെങ്കിലും ഹാപ്പി എൻഡിങ് ആകട്ടെ. ഇറ്റ്സ് ഗോയിങ് ടു ബി എ ഹാപ്പി എൻഡിങ്. എനിക്ക് എൻഡ് ഓഫ് ദി ഡേ സമന്യു ഹാപ്പി ആയിരിക്കണം എന്നുള്ളത് ഞാൻ വളരെ പറ്റുള്ളതാണ്. അവൻ ഹാപ്പി ആയിരിക്കണം. എന്നുള്ളത് ഓക്കെ. ഇപ്പം ഈ ഒരു സീസണിലാണ് ഒരുപാടധികം PR എന്ന് പറയുന്ന പെരിയാർ എന്ന സംഭവം നമ്മൾ കേൾക്കുന്നത്. അപ്പം ലക്ഷ്മി ചേച്ചിക്ക് PR ഉണ്ടായിരുന്നോ? എനിക്ക് PR ഉണ്ടായിരുന്നില്ല. PR ഒന്നും ചെയ്തിട്ട് അതിനുള്ള ടൈം ആക്ച്വലി ഉണ്ടായിരുന്നില്ല. ഇപ്പം അനീഷ് അതിനകത്തൊരു 3 days സ്റ്റോറി പറഞ്ഞത് കണ്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് റെഡി ആയിട്ട് വരാനായിട്ട് 3 days ഉണ്ടായിരുന്നുള്ളത്. ദാറ്റ് വാസ് ലിറ്ററലി മീ. കാരണം എനിക്കൊരു സാറ്റർഡേ എന്തോ ഒരു കോള് വന്ന് അത് കഴിഞ്ഞ് ഒരു തേഴ്സ്ഡേ ആകുമ്പോഴത്തേക്ക് ഞാൻ പോവുക. ഇതിൻ്റെ ഇടയ്ക്ക് മെഡിക്കൽ ടെസ്റ്റ് വരും. മെഡിക്കൽ ടെസ്റ്റ് ഒരു ലോങ് ലിസ്റ്റാണ് വരുന്നത്. അത് ആലപ്പി പോയിട്ട് ചെയ്യുമ്പോഴാണ് അറിയുന്നത് കോവിഡിൻ്റെ RT-PCR ടെസ്റ്റില്ലേ അത് കൊച്ചിയിലേ ഉള്ളൂ. ഇതിൻ്റെ ഇടയ്ക്ക് മെഡിക്കൽ ടെസ്റ്റും പിന്നെ ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്യുന്നത്, ഷോപ്പിംഗ് എല്ലാം കൂടെ ആയിട്ട് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ വലിയ ഫുഡിയാന്ന് ഇതിനകത്ത് തന്നെ മനസ്സിലാക്കുള്ളൂ. ആവശ്യത്തിന് ഫുഡ് കഴിച്ച് എല്ലാ ആഗ്രഹങ്ങളൊക്കെ തീർത്തിട്ട് പോകാം. അതിനകത്ത് ഫുഡ് കിട്ടത്തില്ല, കുറച്ചൊക്കെ കഴിക്കണം, ഒരു ഫുൾ മട്ടൻ ബിരിയാണിയൊക്കെ കഴിച്ചിട്ടൊക്കെ കയറണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു. ഒന്നും നടന്നിട്ടില്ല, ശരിക്കും ഒന്നും നടന്നിട്ടില്ല. ഇതിന്റെ ഇടയ്ക്കാണ് പിന്നെ PR കൊടുക്കാൻ പോകുന്നത്. പിന്നെ അത് ഐ ഡോണ്ട് തിങ്ക് PR കൊടുത്തിട്ട് മാത്രം അകത്തോട്ട് കയറിയിട്ട് അവിടെ നിൽക്കാൻ പറ്റത്തില്ല. അങ്ങനെ നമ്മുടെ സൈഡിൽ നിന്നുള്ളൊരു കോൺട്രിബ്യൂഷൻ ഇല്ലാതെ ജസ്റ്റ് PR മാത്രം, രണ്ടും കൊണ്ട് എന്താണ് PR എന്താണ് പബ്ലിക് റിലേഷൻ, ആ ഒരു ഇമേജ് നോക്കുക എന്നുള്ളതേ ഉള്ളൂ. അതും കൊണ്ട് മാത്രം പോയിട്ട് നോ, ഇറ്റ് വോണ്ട് ഹെൽപ്പ്.
ഒരു ദിവസം ബിന്നി അങ്ങ് അനുവിനെ എക്സ്പോസ് ചെയ്തു, അനുവിന് PR ഉണ്ട്, ഇത്ര ലക്ഷം രൂപയുടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട്. പിന്നാലെ കുറെ സ്ക്രീൻഷോട്ടുകൾ വരുന്നു അനുവിന് PR ഇല്ല എന്ന് പറഞ്ഞിട്ട്. ഇതില് ലക്ഷ്മി ഏതാണ് ബിലീവ് ചെയ്യുന്നത്? ഞാൻ ബിലീവ്, ഇതിപ്പം എനിക്ക് നേരിട്ട് അറിയാവുന്ന കാര്യമില്ലാത്തതുകൊണ്ട് ഐ ഷുഡ് നോട്ട് ബി സേയിങ് അബൌട്ട് ഇറ്റ്. ബട്ട് പുറത്തെ കാര്യങ്ങളും ഈ ഫാൻസ് ആർമിയും അതും എല്ലാം കൂടെ വെച്ചിട്ടുള്ള നോക്കുമ്പോഴത്തേക്കും കൊടുത്തവരുണ്ടാകാം. ഞാൻ പേരൊന്നും പറയുന്നില്ല, കൊടുത്തവരുണ്ടാകാം. പക്ഷേ സ്ലിപ്പ് ഓഫ് ദ ടങ്ങിൽ അവർ തന്നെ ഇത് പറഞ്ഞ് സ്വന്തം കുഴി തന്നെ കുഴിച്ച് വെക്കുന്നതാണ് ആയതെന്ന് തോന്നുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും യൂസ് ചെയ്യുന്നവരാണെങ്കിൽ പോലും ആര് കൊടുത്തിട്ടുണ്ട് ആര് കൊടുത്തിട്ടില്ല എന്ന് നമുക്ക് ഒരിക്കലും ജഡ്ജ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം ഈ ഞാൻ തന്നെ ഇരുന്നിട്ട് ഞാൻ കൊടുത്തിട്ടില്ല എന്ന് പറയുന്നു. ഞങ്ങൾ അവിടെ ഡൈനിങ് ടേബിളിൽ ഡിസ്കഷൻ പോയിട്ടുണ്ട്. ഇങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും എങ്ങനെ പറയാൻ പറ്റും ഞാൻ കൊടുത്തിട്ടില്ല എന്ന്? എൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റസ് കണ്ടിട്ട് പറയാൻ പറ്റത്തില്ല. അപ്പൊ അനീഷ് പറഞ്ഞു അനീഷ് കൃഷിഭൂമി വിറ്റിട്ട് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അതിനകത്ത് തമാശയ്ക്ക് പറഞ്ഞതാ, സർക്കാസം പോലെ പറഞ്ഞതാ. അപ്പോൾ ഒരിക്കലും നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം വിന്നിങ് എമൗണ്ട് ഇസ് സോ ഹ്യൂജ്, കിട്ടുന്ന ഫെയിം ഇസ് സോ ഹ്യൂജ്. കുറച്ച് പൈസ മുടക്കിയാലും വേണ്ടില്ല, പക്ഷെ അത് മാത്രം മുടക്കിയിട്ട് അതിനകത്ത് വന്നിരുന്നാൽ നടക്കത്തില്ല. നമ്മുടെ കോൺട്രിബ്യൂഷൻ എന്താണോ ചെയ്യേണ്ടത്, ഗെയിമർ ആവാതെ നല്ലൊരു പ്ലെയർ ആവാതെ PR കൊണ്ടൊന്നും കാര്യമില്ല. അത് വെറുതെയാണ് അതൊക്കെ. ഈ ലക്ഷ്മി ചേച്ചി ഇപ്പം ബിഗ് ബോസിനകത്ത് എങ്ങനെയാണോ ലക്ഷ്മി അതേപോലെയല്ലേ നിന്നത്? ഏറെക്കുറെ എന്റെ ദേശമൊക്കെ കുറെ കൺട്രോൾ ചെയ്തുള്ള അങ്ങനെ. കഴിഞ്ഞ ദിവസം ഞാനൊരു റീല് കാണുണ്ടായി. റീലിന്റെ ഒരു സൈഡില് ഒരു ഷോർട്സ് ഇട്ടിട്ട് അനു ഡാൻസ് കളിക്കുകയാണ്, മറ്റേ സൈഡില് സാരി ചുരിദാർ അങ്ങനെ അനു ബിഗ് ബോസിൽ യൂസ് ചെയ്യുന്ന വേഷം മാത്രം. അപ്പൊ അതിന് താഴെ ഉണ്ട് ഇങ്ങനെ മോഡേൺ ഡ്രസ്സ് ഇടുന്ന ആളാണ്, ഇതിൻ്റെ അകത്ത് വന്നിട്ട് കുലസ്ത്രീകളെ ഇംപ്രസ് ചെയ്യാനായിട്ട് ഇങ്ങനെ ഒരു പ്രത്യേകതരം ഡ്രസ്സിങ്ങിൽ നടക്കുകയാണ് എന്ന് പറഞ്ഞിട്ട്. അത് തോന്നുന്നുണ്ടോ അനു വേറെ ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്ത് വെക്കുന്നത് പോലെ? ഇല്ല, അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. ഇപ്പം ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിൽ വന്നിട്ടുള്ള ഡ്രസ്സിങ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഡ്രസ്സ് ചെയ്യുന്നത് വേറൊരാളുടെ ഇതനുസരിച്ചല്ല. എൻ്റെ കംഫർട്ട് നോക്കും, പിന്നെ ഞാൻ ലൊക്കേഷൻ നോക്കും. എനിക്ക് സ്റ്റെയർസ്, എനിക്ക് റോങ് ആയിട്ടുള്ള സ്റ്റെയർ കിട്ടുന്നത് ഞാൻ കംഫർട്ടബിൾ അല്ല. സോ ഷോർട്സ് ഒന്നും അങ്ങനെ യൂസ് ചെയ്യുന്നത് ഞാൻ അത്ര കംഫർട്ടബിൾ അല്ല നാട്ടിൽ. പക്ഷെ വേറൊരു കൺട്രിയിലാകുമ്പോഴത്തേക്കും നമ്മൾ എന്തിട്ടുന്നോ അങ്ങനെ ആരും ബോദർ ചെയ്യുന്നില്ല. കംപ്ലീറ്റ്ലി നമ്മൾ ഫ്രീ ആയിട്ട് തന്നെ നടക്കാം. ഞാൻ അത് നോക്കിയിട്ടാണ്. അപ്പം ക്ലൈമറ്റ് ഒരു ഫാക്ടറാണ്, ആൾക്കാരുടെ ഈ സ്റ്റേഴ്സ് ഒരു ഫാക്ടറാണ്, പിന്നെ നമ്മുടെ വാക്സിൻ ഷെഡ്യൂൾസ് വരെ ഫാക്ടറാണ്. നമ്മൾ എന്ത് ഡ്രസ്സ് സെലക്ട് ചെയ്യുന്നത് ആസ് എ ഗേൾ യു വിൽ ബി നോയിങ് ഇറ്റ്. സോ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ അനുവിൻ്റെതായ റീസൺസ് ഉണ്ടാവാം. ഷീ ഈസ് കമ്മിങ് ടു എ റിയാലിറ്റി ഷോ. അവിടെ എന്ത് ഡ്രസ്സ് എടുക്കണം, ഷീ ഹാസ് ലൈക്ക് 250 കോസ്റ്റ്യൂംസ് ഉണ്ട് അനുവിൻ്റെ കയ്യിൽ. അനുവിൻ്റെ സാരി ഞാനും ഒരു തവണ 1-2 തവണ യൂസ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു, ഷെയർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇഷ്ടം പോലെ ഉണ്ട്. 100 ഡേയ്സിൻ്റെ അല്ല ആൾ കൊണ്ടുവന്നിരിക്കുന്നത്. സോ ഇറ്റ്സ് അപ് ടു ഹെർ. ആളുടെ ഗെയിം സ്ട്രാറ്റജി ഈസ് ഓൾസോ ഇൻക്ലൂഡഡ് ഇൻ ദാറ്റ്. ലക്ഷ്മി ചേച്ചി എത്ര ദിവസത്തേക്കുള്ള ഡ്രസ്സ്? 2 വീക്സ് ആയിരുന്നു എടുക്കാൻ പറഞ്ഞിരുന്നത്. ഞാൻ 2 വീക്സ് എടുത്തു. അത് തന്നെ കിട്ടുന്നത് ലേറ്റ് ആയിട്ടാണ്. പിന്നെ വീക്കെൻഡ് ഡ്രസ്സസ് വന്നുകൊണ്ടിരിക്കും. അപ്പം കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കൊന്നു 1 മന്ത് എന്തോ കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടെ ഡ്രസ്സ് തന്നു. അങ്ങനെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. റിപ്പീറ്റേഷൻ കാണുമ്പോൾ അറിയാമല്ലോ. പിന്നെ പിന്നീട് നിന്ന് സാരി എടുത്തിട്ടുണ്ട്, അനുവിൻ്റെ കയ്യിൽ നിന്ന് സാരി വാങ്ങിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ സർവൈവ് ചെയ്യാൻ പറ്റത്തുള്ളൂ അവിടെ. ഓൾറൈറ്റ്. ഈ തമ്പുരാട്ടി, പ്രിൻസിപ്പിൾ എന്നൊക്കെയുള്ള പേരുകൾ എൻജോയ് ചെയ്യുന്നുണ്ടോ? എൻജോയ് ചെയ്യുന്നില്ലേ? തമ്പുരാട്ടി വിളിക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഇഷ്ടമല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. തമ്പുരാട്ടിയായി ലാസ്റ്റ്. ഷാനവാസ് ഞാനും പാച്ചപ്പ് ആയപ്പോഴത്തേക്കും തമ്പുരാട്ടി കോംബോ എന്ന് പറഞ്ഞത് അതൊക്കെ ഭയങ്കര എനിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല, നിർത്തിക്കോന്ന് പറഞ്ഞിട്ട് അതൊക്കെ നിർത്തിയായിരുന്നു. പ്രിൻസിപ്പൽ വിളി എൻജോയ് ചെയ്യുന്നില്ല. പക്ഷേ ഐ എം ഓക്കെ, വിളിക്കുവാണെങ്കിൽ വിളിച്ചോട്ടെ. അതറിയുന്നത് നോമിനേഷൻ കഴിഞ്ഞപ്പോഴത്തേക്കും. ഒരു നോമിനേഷൻ കഴിഞ്ഞപ്പം നോമിനേഷൻ്റെ റീസൺസിനകത്ത് പ്രിൻസിപ്പൽ കേട്ടു. അപ്പോൾ ഇതിനകത്ത് ഈ ചപ്പാത്തി മാവും ഒക്കെ താഴെ വെച്ചിട്ട് പോകുന്നതിനൊക്കെയാണ് ഞാൻ വഴക്ക് പറയുന്നതൊക്കെ. അവിടെ എലിയുടെ പ്രശ്നമുണ്ട്, ആക്ച്വലി ഹൈജീൻ ഇഷ്യൂ ഉണ്ട്. അപ്പം ആ എലി ഓടിയനാണ് ഞാൻ അത്രയും കിടന്ന് പറയുന്നത് അടച്ചു വെച്ചിട്ടില്ല എന്ന്. പുറത്തോട്ട് കാണുന്നത് അടച്ചു വെക്കാത്തതിന് കിടന്ന് മാത്രം ഷൗട്ട് ചെയ്യുന്ന മണിക്കൂറുകളോളം അങ്ങനെ തുറന്നിരുന്നതിന് ഞാൻ പിന്നെ അങ്ങനെ പറയാതെ എന്ത് ചെയ്യും? കള്ളവും പറഞ്ഞു. ഇപ്പൊ കുളിക്കാൻ പോയതുള്ളൂ, 2 മിനിറ്റ്സേ വെച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞു. വിളി വന്നത് കുഴപ്പമില്ല. ഒരു സ്ക്രിപ്റ്റഡ് ഒന്നുമല്ല, ഷോ സ്ക്രിപ്റ്റഡ് ഒന്നുമല്ല, കംപ്ലീറ്റ്ലി ഓർഗാനിക് ആണ്. പക്ഷേ എഡിറ്റ്സും കട്ട്സും വരുമ്പോഴത്തേക്കും എല്ലാവരുടെയും എല്ലാ ഭാഗങ്ങളും ആയിരിക്കത്തില്ല ചിലപ്പോൾ പുറത്തോട്ട് വരുന്നത്. ചില കാര്യങ്ങൾ മാത്രമായിരിക്കും. അപ്പം ഞാനവിടെ ടീച്ചറോ പ്രിൻസിപ്പളോ കുറച്ചുകൂടെ സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ ആയിരിക്കാം. ഇറ്റ്സ് ഓക്കെ, വിളിച്ചോട്ടെ, സാരമില്ല, ഐ എം ഓക്കെ വിത്ത് ഇറ്റ്. ഓൾ റൈറ്റ്. അപ്പം എന്തായാലും ഇനി എന്താണ് ഭാവി പരിപാടികൾ? ഇപ്പം BB7 ഇറങ്ങി അത്യാവശ്യം ഒരു കോൺട്രവേഴ്സിയൊക്കെ സൃഷ്ടിച്ച് ഒരു ടോക്കിംഗ് ടൗൺ ആയ കണ്ടസ്റ്റൻ്റ് ആണ്. എന്താണ് ഫ്യൂച്ചർ പ്ലാൻസ്? ആസ് ഓഫ് നൗ ഞാൻ ഫോൺ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്നത് കുറേ നാളായിട്ട് മിസ് ചെയ്തുകൊണ്ട് അതൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ലേറ്റ് നൈറ്റ് അവിടെ കിടന്ന് ഉറങ്ങിയതിൻ്റെ ഉറക്കമെല്ലാം തീർത്തതുകൊണ്ട് പുറത്തിറങ്ങിയിട്ട് ഞാൻ ഉറങ്ങാതിരുന്ന് നോക്കുവാണ്. ഇൻ്റർവ്യൂസും കാര്യങ്ങളും
വൺ സൈഡ് അതുണ്ട്. നെക്സ്റ്റ് ഇനി മൂവി പ്ലാൻസ് നോക്കണം. കരിയർ വൈസ് ഇനിയും എന്താണ് ഈ ഫെയിം, ഞാൻ എപ്പോഴും വിചാരിക്കുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു അകത്താകുമ്പോഴും, ഇറ്റ്സ് നോട്ട് അബൌട്ട് വാട്ട് യു ഡു ഇൻസൈഡ്. അകത്തുനിന്ന് കിട്ടുന്ന എന്താണെങ്കിലും അതൊരു 2 weeks ആണെങ്കിലും 1 week ആണെങ്കിലും 2 week ആണെങ്കിലും, ഇപ്പം ഞാനൊരു 50 days-ഓളം ആയി ഓൾമോസ്റ്റ് അകത്ത്, ടോട്ടൽ 77 days ബിബിയുടെ ഹോൾ സീസണിലും. ഇതെടുത്ത് എന്താ ഇനി ചെയ്യാൻ പോകുന്നതെന്നുള്ളതാണ് കൂടുതൽ ഇമ്പോർട്ടൻ്റ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ ഗെയിമായിട്ടേ കണ്ടിട്ടുള്ളൂ, എവിക്ഷൻ്റെ സമയത്തും ഞാൻ അങ്ങനെ കണ്ടിട്ടുള്ളൂ. ഒരു സങ്കടമൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ എനിക്കൊരു 5% മാത്രമേ പോകുന്നതിൻ്റെ ഒരു സങ്കടം ഉണ്ടാവത്തുള്ളൂ. അതിൻ്റെ അപ്പുറത്തോട്ട് എനിക്ക് സങ്കടം പോലും ഇല്ല. സോ നോക്കാം എന്താ കൊണ്ടുവരുന്നതെന്നുള്ളത് നോക്കാം. കംപ്ലീറ്റ്ലി ഗ്രേറ്റ്ഫുൾ ഫോർ വാട്ട് എവർ ഐ ഹാവ് ടിൽ നൗ. ഇനി വരാൻ പോകുന്നതിനും എവറിത്തിങ് ഹാപ്പൻസ് ഫോർ എ റീസൺ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ ഇറ്റ് വിൽ ബി ഫോർ ഗുഡ്. ഓൾ റൈറ്റ്. അപ്പം വേദ് ലക്ഷ്മി, ഏകാലക്ഷ്മി, അതെ ഏകാലക്ഷ്മി, അപ്പം എന്തായാലും ലക്ഷ്മി ചേച്ചി ഓൾ ദ വെരി ബെസ്റ്റ്. നല്ലൊരു എന്റർടൈനർ ആയിരുന്നു, നല്ലൊരു സ്ട്രോങ്. ഞാൻ വിചാരിച്ചു ഭയങ്കര ബോറിംഗ് ആണോ? അല്ല, ബോറിംഗ് അല്ല, നമുക്ക് ഈ ഒരു പൊട്ടിത്തെറിയും ചീറ്റിലൊക്കെ ഉണ്ടാകുമ്പോഴാണോ കാണാനൊരു രസം. അപ്പം ഓൾ ദ വെരി ബെസ്റ്റ്. ഇറ്റ് വാസ് ഗ്ലാഡ് knowing you in person. ഇനി ഇന്റർവ്യൂ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഒരു കോംപ്ലിമെന്റ് തരാം. നിങ്ങൾ കണ്ണിന്റെ ഇവിടെ മാത്രം നോക്കണം, ചെറുതായിട്ട് ഇവിടെ അസിന്റെ ഛായ ഉണ്ട്. അസിനോ? Thank you so much. Thank you. അപ്പം ഇറ്റ് ഈസ് ഫൺ knowing you. Thank you. Thank you.